പത്തരമാറ്റിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നവീനാണെങ്കിൽ അകപ്പാടെ ടെൻഷനിലാണ്. ഇനി നന്ദുവും അനിയും തമ്മിൽ വല്ല അടുപ്പത്തിലുണ്ടോ, ആരോട് ചോദിക്കാൻ പറ്റും, എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളൊരു ടെൻഷനിൽ നടക്കുകയാണ് നവീൻ എന്നിട്ട് അനിയടുത്ത് പറയുന്നുണ്ട്, നീ ഇങ്ങനെ നന്ദുവായിട്ട് കൂടുതൽ ഇടപഴകി നടക്കുന്നത് ശരിയല്ല, അവളൊരു വിവാഹപ്രായമെത്തിയ പെൺകുട്ടിയല്ലേ. അപ്പം അനി പറയാണ്, അവൾ എന്നോട് മാത്രമല്ല വിഘ്നേഷിനോടും രാജേഷിനോടും ഒക്കെ ഇങ്ങനെ തന്നെയാണല്ലോ, പിന്നെന്താടാ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീ എന്താ പെട്ടെന്ന് അവളുടെ ചേട്ടനാവാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നവീൻ മനസ്സിൽ വിചാരിക്കണം, അല്ല, ഞാൻ കെട്ടാനിരിക്കുന്ന പെണ്ണാണെന്ന് നവീൻ വിചാരിക്കുകയാണ്. നീ അത് വിടറാ എന്ന് നവീൻ പറയുന്നുണ്ട്. പക്ഷെ നവീൻ്റെ മനസ്സിലാകപ്പാടെ ഒരു ടെൻഷനാണ്. എന്ത് ചെയ്യണം, ഇനി നന്ദുവിന് ആരെങ്കിലുമായിട്ട് അടുപ്പമുണ്ടോ, ഇനി അനിയായിട്ട് അടുപ്പമുണ്ടോ എന്നൊരു ടെൻഷനുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം നവീൻ ഇങ്ങനെ ആലോചിച്ച് കിടക്കണം. അപ്പം ഗുമസ്തൻ അങ്ങോട്ട് വരികയാണ്. എന്താ മോനെ, നിൻ്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. നിൻ്റെ സംസാരം കേട്ടാത്തൊന്നും നീ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരുടെയോ ബൈക്കിൽ കയറി പോയതിൻ്റെ ടെൻഷനാണെന്ന്. അപ്പം നവീൻ പറയാണ്, ആവശ്യമില്ലാതെ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്, എനിക്കൊരു ടെൻഷനില്ല, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം, ഒന്ന് പോയി തരാമോ എന്ന് നവീൻ ചൂടാവുകയാണ്. അപ്പോൾ ഗുമസ്തൻ പറയാണ്, ഞാനങ്ങ് പൊക്കോളാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നും പറഞ്ഞ് അങ്ങ് പോവുകയാണ്. നവീനാണെങ്കിൽ മനസ്സ് വിചാരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഈ നന്ദുവിൻ്റെ കാര്യങ്ങൾ അറിയണം, നന്ദുവിന് ആരെങ്കിലുമായിട്ട് ഇഷ്ടത്തിലാണോ എന്ന് അറിയണം എന്ന് വിചാരിക്കുകയാണ്. മാത്രമല്ല അനിയും നന്ദുവും തമ്മിൽ ഉള്ള അടുപ്പം എങ്ങനെയുള്ള അടുപ്പമാണെന്ന് അറിയണമെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗം അനന്തപുരിക്കാരോട് ചോദിക്കുക, അവിടെ ചെന്ന് കാര്യങ്ങൾ അറിയുക, അങ്ങനെ അതാണ് ഏറ്റവും നല്ലതെന്ന് നവീൻ വിചാരിക്കുകയാണ്. നാളെ തന്നെ അങ്ങോട്ട് പോകുക, എന്നിട്ട് ചോദിക്കാം അവർ തമ്മിലുള്ള, നേരിട്ട് ചോദിച്ചില്ലെങ്കിലും നൈനച്ചിടത്തൊക്കെ സംസാരിക്കുമ്പോൾ അറിയാലോ അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പം തന്നെ നവീനാണെങ്കിൽ അനന്തപുരിയിലേക്ക് പോകാനൊരുങ്ങുകയാണ്. അന്നേരം പോകാനൊരുങ്ങുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നു, നീ എവിടെ പോവുകയാണ്? ഞാൻ അനന്തപുരി വരെ പോവുക, എന്ത് കാര്യം എന്താണെന്ന് നരസിംഹം ചോദിക്കുകയാണ്. ഒന്നുമില്ല, അനിയെ കാണാനാ, അനിയെ കണ്ട് കുറച്ച് സംസാരിക്കണം, അതുകൊണ്ട് മാത്രം പോവുകയാണെന്ന് പറയുകയാണ്. അപ്പം പത്മ അങ്ങോട്ട് വരികയാണ്. എന്നോട് ഞങ്ങൾ കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട്, നിൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാന്ന് പറയാൻ പറഞ്ഞിട്ട് നീ പറയുന്നില്ല. എനിക്ക് യോജിച്ച പെൺകുട്ടി ആണോ എന്ന് നിന്നോട് ചോദിച്ചപ്പോൾ നീ അതിനും മറുപടി പറയുന്നില്ല. എന്നാൽ ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരു പെൺകുട്ടിയെ നീ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അതും ചെയ്യുന്നില്ല. അമ്മയ്ക്കാണെങ്കിൽ എപ്പോഴും ഇത് മാത്രം പറയാനേ ഉള്ളൂ എന്ന് നവീൻ ചോദിക്കുകയാണ്. ഇല്ലെങ്കിൽ നിൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാന്ന് പറ, അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, അമ്മയുടെ മനസ്സിന് യോജിച്ച ഒരു പെൺകുട്ടി ആയിരിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് നവീൻ പറയാണ്. അതൊക്കെ ശരി തന്നെ, എൻ്റെ മനസ്സിന് യോജിച്ച പെൺകുട്ടി ഞാൻ വിചാരിക്കുന്ന പോലുള്ളൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഞാൻ ഈ പടിക്ക് കയറ്റത്തില്ല എന്ന് പത്മ പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയാത്തത്, എൻ്റെ മനസ്സിലെ പെൺകുട്ടി ആരാന്ന് പറയാത്തതെന്ന് നവീൻ പറയാണ്. എന്നാൽ മുത്തശ്ശ, ഞാൻ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് നവീൻ അങ്ങ് പോവുകയാണ്. അപ്പം പോയി കഴിയുമ്പോൾ നരസിംഹൻ ചോദിക്കുകയാണ്, നിനക്ക് വേറെ പണിയില്ലേ അവനെ കാണുമ്പോൾ ഈ കല്യാണക്കാര്യം ചോദിക്കാൻ? അല്ല അച്ഛാ, ഇവൻ എത്ര നാളാണെന്നും പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നത്, ഇവൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണ്ടേ എന്ന് പത്മ പറയുന്നുണ്ട്. അങ്ങനെ നവീനാണെങ്കിൽ അനന്തപുരിയിലെത്തുകയാണ്. അപ്പം നയന ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ആഹാ നവീനോ, എന്താ നവീനെ വിശേഷിച്ച്? ഒന്നുമില്ല, അനിയെ കാണാൻ വന്നതാ. അവൻ ഓഫീസിൽ പോകാനായിട്ട് ഒരുങ്ങുക, വിളിക്കണോ? വേണ്ട, അവൻ ഒരുങ്ങി വരട്ടെ എന്ന് പറയുന്നത്. എന്നെങ്കിൽ നവീൻ കയറിയിരിക്കുക എന്ന് പറഞ്ഞ് നവീനെ വിളിച്ചിരുന്നുണ്ട്. അപ്പം നയനയും വന്ന് നിൽക്കുന്നുണ്ട്, ദേവയാനിയും വരുന്നുണ്ട്. അപ്പം ചായ എടുക്കാം എന്ന് ജാനകി പറഞ്ഞ് ജാനകി ചായ എടുക്കാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് നവീനാണെങ്കിൽ നയനേച്ചിയെടുത്ത് ചോദിക്കുകയാണ്, നന്ദുവിന് വിവാഹാലോചനയൊന്നും വരുന്നില്ലേ നയനേച്ചി? അന്നേരം നയനയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അല്ല, ഇന്നാളൊരു നിശ്ചയം മുടക്കിയെന്നും പറഞ്ഞുകൊണ്ട് വേറെ വിവാഹമൊന്നും നോക്കുന്നില്ലേ എന്ന് നയനയോട് ചോദിക്കുകയാണ് നവീൻ. നോക്കുന്നുണ്ട്, പക്ഷെ നല്ലൊരു ആലോചന വരുന്നതുമില്ല, മാത്രമല്ല അവൾക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്നും പറഞ്ഞ് നടക്കുകയാണ്. പക്ഷേ അമ്മയ്ക്കും അച്ഛനും അവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നുണ്ട്, പക്ഷെ അവൾക്ക് പറ്റിയ ഒരു ആലോചന വരണ്ടായോ എന്ന് നയന പറയാണ്. മാത്രമല്ല അവളൊരു പോലീസ് ഓഫീസർ കൂടെയല്ലേ എന്ന് നയന പറയുന്നുണ്ട്. അപ്പം ദേവയാനി പറയാണ്, അത് തന്നെ, അവളെ മനസ്സിലാക്കുന്ന അവൾക്ക് യോജിച്ച ഒരു ചെറുക്കൻ തന്നെ വേണ്ടേ, കാരണം അവളുടെ ജോലി അതുപോലുള്ള ജോലിയല്ലേ, അതിനനുസരിച്ചൊരു ചെറുക്കൻ വന്നാലല്ലേ അവളുടെ വിവാഹം നടത്താൻ പറ്റൂ എന്ന് പറയാണ്. അവളെന്താ കല്യാണത്തിന് സമ്മതിക്കാത്തത് എന്ന് നവീൻ ചോദിക്കുകയാണ്. അവൾ പറയുന്നത് അവൾക്ക് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കണമെങ്കിൽ വിവാഹം നടന്നു കഴിഞ്ഞാൽ അതിന് പറ്റത്തില്ല എന്ന് പറയാണ്. അവൾക്കിട്ട് ജോലിക്കൊരു തടസ്സമാവുമെന്നാണ് അവൾ കണ്ടെത്തിയിരിക്കുന്നത്.
അല്ലാതെ വല്ല അഫെയറും ഉണ്ടായതുകൊണ്ടാണോ എന്ന് നവീൻ നൈസിന് ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയും, ഏയ് അങ്ങനൊന്നുമില്ല, അവൾക്ക് അങ്ങനെയുള്ള ഇഷ്ടങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയാണ്. നവീനൊരു ആശ്വാസമാവുന്നുണ്ട്. ജാനകിയാണെങ്കിൽ ജ്യൂസ് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം ജാനകിയോട് അടുത്താണെങ്കിൽ നവീൻ പറയാണ്, അനിയുടെ വിവാഹമോചനം കഴിഞ്ഞിട്ട് വേണം അവനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കാൻ അല്ലേ ആൻറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി പറയാണ്, അതെ, നല്ലൊരു ആലോചന വന്നു കഴിഞ്ഞാൽ അവൻ്റെ വിവാഹവും നടത്തണം. അവനും വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ കല്യാണവും നടത്തണം. നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു ആലോചന വന്നാൽ ഉടനെ അവൻ്റെ വിവാഹം നടത്തും എന്ന് ജാനകിയും പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേന് നവീനൊരു ആശ്വാസമുണ്ട്. അപ്പോഴത്തേക്ക് അങ്ങോട്ട് അനി ഇറങ്ങി വരികയാണ്. എന്താടാ രാവിലെ തന്നെ നീ വന്നത്? ഏയ് ഞാൻ ചുമ്മാതെ വന്നത്, ഈ വഴി പോയപ്പം നിന്നെ ഒന്ന് കാണാമെന്നും പറഞ്ഞ് കയറിയതാന്ന് പറയാണ്. എന്താടാ വിവാഹക്കാരിയൊക്കെ പറയുന്നിട്ടില്ല, ആരുടെ വിവാഹകാരിയാണ്, നിൻ്റെയാണോ? അല്ലടാ, ഞാൻ ജാനകി എൻ്റെ അടുത്ത് ചോദിച്ചതാ, നീ ഡിവോഴ്സ് ആയതിന് ശേഷം നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണ്ടേ എന്ന് ചോദിച്ചതാ. അപ്പം അനി പറയാണ്, എനിക്ക് വിവാഹമൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ സ്വതന്ത്രമായിട്ട് അങ്ങ് നടന്നോളാം, അതാ എനിക്കിഷ്ടം, ഒരു വിവാഹം കഴിച്ചതേ മതിയായി എന്ന് അനി പറയാണ്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഡിവോഴ്സ് ആയതിന് ശേഷം നല്ല ആലോചന എന്തെങ്കിലും വന്നാൽ ഇവൻ്റെ വിവാഹം നടത്തണം എന്ന് ജാനകി പറയാണ്. ദേവയാനി പറയാണ്, അവൻ്റെ മനസ്സിനിണങ്ങിയ ഒരു പെണ്ണായിരിക്കണം, അത്രമാത്രം എന്ന് ജാനകിയോടും പറയുന്നുണ്ട്. ഈ വിവാഹത്തെക്കുറിച്ച് ചോദിക്കുന്നവൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട്, അതാരാന്ന് ഇവൻ പറയാൻ തയ്യാറല്ല എന്ന് നവീൻ അവിടെ ഉള്ള എല്ലായിടത്തും പറയുകയാണ്. അത് പറഞ്ഞായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവൻ്റെ വിവാഹം നടത്താമായിരുന്നു. ആദർശേട്ടനും ഞാനും ഒക്കെ ചേർന്ന് ആ വിവാഹം ഗംഭീരമാക്കിയേനെ എന്ന് അനി പറയുകയാണ്. ആ പെൺകുട്ടിക്ക് പോലും ഇവൻ്റെ ഇഷ്ടം അറിയാവോന്ന് അറിഞ്ഞൂടാ, അതാണ് ഇവൻ്റെ അവസ്ഥ എന്ന് അനിയാണെങ്കിൽ എല്ലാവരെയും മുന്നിൽ വെച്ച് നവീൻ്റെ അടുത്ത് പറയുകയാണ്. പിന്നെ ഇവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി പത്മ ആൻറ്റിക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നാണ് ഇവൻ്റെ ഒരു വാദം. ആരാന്ന് പറഞ്ഞാലല്ലേ ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തോളെന്ന് അനി നവീൻ്റെ അടുത്ത് പറയാണ്. അതിനൊക്കെ സമയമാവട്ടെ, സമയമാകുമ്പം ഞാൻ എല്ലാവരോടും പറയും. ഇപ്പം ഞാനൊരു അന്വേഷണത്തിലാണ്. എന്തന്വേഷണം? അതൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ആ അന്വേഷണം എല്ലാം അനുകൂലമായി വന്നാൽ ഞാൻ എൻ്റെ ഇഷ്ടം അയാളോട് ഞാൻ തുറന്നു പറയും. തുറന്നു പറഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തും ആ കാര്യത്തെക്കുറിച്ച് പറയും എന്ന് നവീൻ പറയാണ്. അപ്പോഴും എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വെല്ലുവിളി എൻ്റെ അമ്മയാണെന്ന് നവീൻ പറയാണ്. അപ്പോൾ ജാനകി പറയാണ്, അമ്മമാരെ വിഷമിച്ചുകൊണ്ട് ഒരു കല്യാണം നടത്താതിരിക്കുന്നതാണ് നല്ലത്, അതാണ് എല്ലാവർക്കും നല്ലത് എന്ന് പറയാണ്. അത് അനിയും കൂടെ ഉദ്ദേശിച്ചാണ് ജാനകി പറഞ്ഞത്. ഏയ് അങ്ങനൊന്നുമില്ല ആൻറ്റി, അമ്മയും പറഞ്ഞ് മനസ്സിലാക്കണം കാര്യങ്ങളൊക്കെ, എന്തായാലും ഞാൻ വിചാരിക്കുന്ന പോലൊക്കെ കാര്യങ്ങൾ നടന്നാൽ കൊള്ളാം എന്ന് പറയുകയാണ് നവീന് അവിടെ വന്ന് എല്ലാവരോടും സംസാരിച്ചപ്പം തോന്നിയത് നന്ദുവും അനിയും തമ്മിൽ പ്രത്യേകിച്ച് ഒരു അടുപ്പമൊന്നും ഇല്ലെന്നാണ് നവീന് തോന്നിയത്. അതിൻ്റെ ഒരു ആശ്വാസം നവീനുണ്ട്. എന്നാൽ നമുക്ക് ഇറങ്ങാം അനി എന്ന് പറഞ്ഞുകൊണ്ട് അനിയെ വിളിച്ചുകൊണ്ട് നവീൻ പോവുകയാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന സ്റ്റോറി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.